ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ فإذا هم قيام ينظرون. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, സൂറന്ന കാഹളത്തെ അല്ലാഹു പടച്ചുവത്രേ. ആ സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ ഊതങ്ങൂതുമ്പോ ആകാശഭൂമികളിലുള്ള സർവ്വ ജീവജാലങ്ങളും പേടിക്കുമത്രേ. ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ ജീവജാലങ്ങളും പേടിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുമത്രേ. റബ്ബിലേക്ക് വിനയാന്വിതനായിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി ഓടി വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിലുകൾ അടയ്ക്കുമത്രേ. ഒരാളുടെയും തൗബ അല്ലാഹു സ്വീകരിക്കില്ല. രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഖ്ബലുല്ലാഹു തൗബത അബ്ദിൻ ബിസഅതൈൻ. രണ്ടവസ്ഥയ്ക്ക് മുമ്പായിട്ട് തൗബ ചെയ്യണം, ഇല്ലെങ്കിൽ അല്ലാഹു അവന്റെ തൗബയെ സ്വീകരിക്കില്ല. മുഹമ്മദ് മുസ്തഫ. അതിൽ ഒന്നാമത്തേത് സക്കറാത്തുൽ ഹാലാണ്, മരണാസന്ന സമയമാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തുന്ന സമയമാണ്. രണ്ടാമത്തേത് സൂർ എന്ന കാഹളത്തിലുള്ള ഊത്ത് വരുമ്പോഴാണ്. ഇത് രണ്ടും എപ്പോഴാണെന്ന് മാനവൻ അറിയില്ല, മനുഷ്യനറിയില്ല. മരണം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരാൾക്കും പറ്റൂല. വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ മരണപ്പെട്ടു പോയ ഇഎംഎ സാഹിബ് നമുക്ക് ദൃക്സാക്ഷിയാണ്. പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾ നമുക്ക് ഓർമ്മയിലുണ്ട്. വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇൽമിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ 27 രാവിലെ ഇഅ്തികാഫിന്റെ നിയ്യത്തുമായി പള്ളിയുടെ അകത്തലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ പോലും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ജുമഅയിൽ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയതാകുന്ന സഹോദരങ്ങൾ നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ മരണത്തിന് സമയമില്ല, എപ്പോഴാണ് കടന്നു വരിക എന്നും പറയാനൊക്കൂല. ഒന്നാമത്തെ ഊത്തങ്ങോട് കേൾക്കുന്നതോടുകൂടി, സൂറന്ന കാഹളത്തിലൂടെ ഊത്ത് കേൾക്കുന്നതോടുകൂടി ജനങ്ങൾ മുഴുവനും പേടിക്കാൻ, എല്ലാവരും പേടിച്ച് നിലകൊള്ളുക. അങ്ങനെ 40 കൊല്ലങ്ങൾ ജനങ്ങൾ പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ രണ്ടാമത്തെ ഊത്ത് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 40 കൊല്ലമാണ് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള സമയം. 40 സന, 40 കൊല്ലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഊത്ത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, വയൗമ യുൻഫഖു ഫിസ്സൂർ ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓതി കൊടുക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട സഹാബത്തെ, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് ഊതി കഴിഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുമത്രേ, ചത്തൊടുങ്ങുമത്രേ. ഇല്ലാ മൻ ശാ അല്ലാഹ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും മരിച്ചു വീഴുമ്പോ ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലാ മൻ ശാ അല്ലാഹ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകും, പക്ഷേ അല്ലാഹു ഉദ്ദേശിച്ച ചിലർ ഒഴികെ വിശുദ്ധ ഖുർആൻ.
ഈ ലോകത്തുനിന്ന് എല്ലാവരും മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇല്ലാ മൻ ഷാ അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു. അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾ എന്താവൂല, മരണപ്പെടൂല. അതാരൊക്കെ അവരെ പഠിക്കണ്ടേ? അവര് മരണപ്പെടുവോ? എല്ലാവരും മരിക്കോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ അള്ളാഹു ഖുർആനിൽ എന്താ ഇല്ലാ മൻ ഷാ അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ എന്ന് പറഞ്ഞത്? അവരെ പ്രത്യേകം ഘട്ടം ഘട്ടമായിട്ടാണ് പിന്നീട് അള്ളാഹു മരിപ്പിക്കുക. അവരെ പഠിക്കൽ അനിവാര്യമാണ്. അതിലൊന്ന് മഹാനായ മീകാഈൽ അലൈഹിസ്സലാം. നമുക്ക് റിസ്ഖും മഴയൊക്കെ നൽകുന്ന മലക്ക്. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വാതിന് വരുമ്പോ ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം ഭാഗത്തൊക്കെ അതിശക്തമായ മഴയാണ്. രാവിലെ 9 മണിക്ക് ട്രെയിനിൽ കയറി വൈകിട്ട് 8 മണിയായപ്പോ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എത്ര മണിക്കൂർ യാത്ര? 11 മണിക്കൂർ യാത്ര. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അരമണിക്കൂർ, ഏകദേശം 12. ഇത്ര യാത്രയല്ല. ഉസ്താദ്മാര് വരുമ്പോ നിങ്ങൾ എന്ത് സുഖമാണ്, മൂപ്പർക്ക് ഇങ്ങനെ വരും, റാഹത്തല്ലേ അവർക്ക് വരെ. ഇവിടുന്ന് അങ്ങോട്ടൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ഈ കാസർഗോഡുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് കോട്ടയം ജില്ല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു അങ്ങനെ ഒരു ജില്ല ഉണ്ടോ എന്ന് ചോദിക്കും. മിക്കവരും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. ഞാൻ ആഴ്ചയിൽ സ്ഥിരം വരുന്ന സ്ഥലമാണ് കാസർഗോഡ്. ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ച ബേക്കലിൽ മക്കാമുറൂസ് സമാപനമാണ്. അടുത്ത ശനിയാഴ്ച ഇതേ ട്രെയിനിൽ തന്നെ ഇതേ യാത്ര തന്നെ ചെയ്യണം. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം മാനന്തവാടി, വയനാട് ഭാഗത്ത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ക്ഷീണിതനായിട്ട് യാത്ര ചെയ്തു. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. കോമഡി പറഞ്ഞ് പാട്ടുപാടി നമ്മൾ സമയം കളയൂല. ഖുർആനും ഹദീസും ചരിത്രങ്ങളും ഇമാമിങ്ങളുടെ ഇബാറത്തിന്റെ പിമ്പലവും അതാണ് നമ്മുടെ സദസ്സ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. മണവാട്ടി ബീവിയുടെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു ജീവിതം നമുക്ക് നൽകട്ടെ. അവരുടെ തണലിലായ അല്ലാഹു മരണവും നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ. ഒരുപാട് കറാമത്തുകൾ അവരെ കുറിച്ചുണ്ട്. അതൊക്കെ ഒന്നും പറഞ്ഞ് നമ്മുടെ സദസ്സിലോട്ട് ഞാൻ സമയം കളഞ്ഞില്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്, കേട്ടിട്ടുള്ളവരാണ്. അല്ലാഹുവിന്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ കൂട്ടം കൂട്ടമായിട്ട് ജനങ്ങൾ ഇത്രയും പാതിരാത്രിയായിട്ടും ഈ ഉള്ളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. എത്ര വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത്. അല്ലാഹു വന്നവർക്കും ഇനി വരുന്നവർക്കും ഒക്കെ അവരുടെ നിയ്യത്തുകൾ മുഴുവനും സാധൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. ആ മക്ബറയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ വലതുകാല് വെച്ച് കയറുമ്പോൾ തന്നെ ഒരു ഇടിമിന്നലേക്കുന്നത് പോലെയാണ്. എന്തോ ഒരു പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കാവൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഊത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുകയാണ് സൂറന്ന കാഹളത്തിലൂടെ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിലൂടെ. രണ്ടാമത്തെ ഊത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും മരിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇല്ലാ മൻ ഷാ അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ. ആ ചിലരാരൊക്കെയാണ്? ഒന്ന് മഹാനായ മീകാഈൽ അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് നല്ല മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദിവറുകളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാണ് എത്ര ആളുകളാണ്. അല്ലാഹു നല്ല മഴ നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തേത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മൂന്നാമത്തേത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതാരാണ് ഇസ്രാഫീൽ? സൂറന്ന കാഹളത്തിൽ ഊതുന്ന വ്യക്തി. നാലാമത്തേത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം. ഇവരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കി. എല്ലാവരെയും അല്ലാഹു മരിപ്പിച്ചു. ഖിയാമത്ത് നാളിലെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ അതും കൂടെ പറയുന്നില്ല. ഇതൊക്കെ പ്രവാസന യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേൾക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ, ചില ആളുകൾ ഒഴികെ എന്ന് അല്ലാഹു പറഞ്ഞു. അതിൽപ്പെട്ട 4 ആളുകളെയാണ് ഞാൻ വിശദീകരിച്ചത്. ഇതല്ലാതെ മറ്റൊരു റിവായത്തിൽ കാണാം ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. ഏതുമായിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഘട്ടം ഘട്ടമായി മരിപ്പിക്കാൻ പോകും. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയും, മുത്തിയാ ജബറായീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ നീ മരിക്കണേ, നീയും മരിക്കൽ അനിവാര്യമാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉരപ്പെടുകയാണ്. അല്ലാഹ്
രണ്ടാമതായി മഹാനായ മീകായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുമത്രേ മുത്തിയാ മീകായിൽ, അല്ലയോ മീകായിലേ നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. മീകായിൽ അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തപ്പെടുകയാ. മൂന്നാമതായി മഹാനായ ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുമത്രേ. സൂറന്ന കാഹളത്തിലെ രണ്ടാമത്തെ ഊത്തൂതി നിൽക്കുന്നതായ ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുമത്രേ മുത്തിയാ ഇസ്റാഫീൽ, അല്ലയോ ഇസ്റാഫീലേ നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. നീയും മരിക്കൽ അനിവാര്യമാണ്. കാരണം ഈ ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ ഇവിടെ മരിപ്പിച്ചു. ഇനി അദ്ദേഹത്തെ പുനർജീവിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് മഹാനവരുകൾ മൂന്നാമത്തെ ഊത്തൂതം പറയും. അതിനുശേഷമാണ് എല്ലാ ആളുകളെയും ഓരോരുത്തരെയും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. എല്ലാരെയും മരിപ്പിക്കാൻ മൂന്ന് ഊത്ത് നമ്മൾ പറഞ്ഞു. ഒന്ന് പേടിപ്പിക്കാനുള്ളത്, രണ്ടാമത്തത് മരിപ്പിക്കാനുള്ളത്, മൂന്നാമത്തെ പുനർജീവിപ്പിക്കാനുള്ളത്. ആ ഊത്ത് ഊതാണെങ്കിൽ ഉസ്താദ് ഇസ്റാഫീൽ അലൈഹിസ്സലാമിനെ മരിപ്പിച്ച പിന്നെ അങ്ങനെ അദ്ദേഹത്തെ പിന്നീട് അള്ളാഹു പുനർജീവിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് ഊതാൻ പറയും. അതിനുശേഷമാണ് ബാക്കിയുള്ളവ മുഴുവൻ ആളുകളെയും അള്ളാഹു എഴുന്നേൽപ്പിക്കുക ഖബറിൽ. അള്ളാഹു മനസ്സിലാക്കുന്ന തൗഫീഖ് തരട്ടെ. നാലാമത്തതായി മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം മാത്രമാണ് ബാക്കിയുള്ളത്. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞു. അസ്റായീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ അസ്റായീൽ മുത്തിയാ അസ്റായീൽ ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അല്ലയോ അസ്റായീലേ അസ്റായീലേ നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ഫയദ്ഹബു ഇലാ മൗളിൻ ബൈനൽ ജന്നതി വന്നാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും മരിപ്പിച്ചതായ അസ്റായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അസ്റായീലേ നീ മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൈക്കം മണവാട്ടി ഉറൂസ് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ, ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പ് അസ്റായീലിനെ മരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണേ സഹോദരാ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തുള്ള സർവരുടെയും ആത്മാവിനെ ഊരിയെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അസ്റായീലിന്റെ ആത്മാവിനെ ഊരുന്ന രംഗമാ അസ്റായീൽ അലൈഹിസ്സലാം മരിക്കുന്ന രംഗമാണ്, രംഗമാണ്. ഫയദ്ഹബു ഇലാ മൗളിൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലത്തേക്ക് അസ്റായീൽ പോകുമത്രേ. ഫയൻസിഉ മിൻഹു റൂഹഹു, അസ്റായീൽ അലൈഹിസ്സലാം തന്നെ തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം അട്ടഹസിച്ചുകൊണ്ട് പറയുമത്രേ, യാ അല്ലാഹുവേ പടച്ചറപ്പേ, മരണത്തിന് ഇത്രത്തോളം വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നി ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർരിഫഖ് യാ അല്ലാഹ്, മുഅ്മിനീങ്ങളുടെ ആത്മാക്കളെ വളരെ മയത്തോട് കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്, ഞാൻ ഉരുമായിരുന്നില്ല അല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാമിന് തന്റെ ശരീരത്തിൽ ആത്മാവിനെ വീഴപ്പെടുമ്പോ വല്ലാത്ത വേദനയാണ്, വേദനയാ. ഫയസിഹു സൈഹാ, റസൂലുള്ളാഹി പറയുകയാണ്, വല്ലാത്തൊരു അട്ടഹാസത്തോടു കൂടിയായിരിക്കും അസ്റായീലിന്റെ അന്ത്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി വല്ലാത്തൊരു അട്ടഹാസമായിരിക്കും അസ്റായീൽ അലൈഹിസ്സലാമിന്റെ മരണം. മുഹമ്മദ് മുസ്തഫ
എന്നിട്ട് അദ്ദേഹം പറയും, പടച്ചറബ്ബേ ഇത്രത്തോളം വേദനയുണ്ട് മരണത്തിനെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മുഅ്മിനീങ്ങളുടെ ശരീരത്തിൽ ആത്മാവിനെ വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ ഊരുമായിരുന്നില്ല റബ്ബേ, ഭയങ്കര വേദനയായി പോയല്ലോ എന്ന് അദ്ദേഹം പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോളി. ഈ ലോകത്ത് നിന്ന് മല പറയാത്ത ഒരാളും ഉണ്ടാവുകയില്ല. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുമ്പോ അവന്റെ അടുക്കലേക്ക് 5 മലക്കുകൾ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ തൊണ്ടക്കുഴിയിൽ ആത്മാവ് എത്തി നിൽക്കുന്ന സമയത്ത് 5 മലക്കുകൾ കടന്നു വരും. ഹബീബ് മുഹമ്മദ് മുസ്തഫ قال رسول الله صلى الله عليه وسلم إذا كان ابن آدم في سياق الموت بعث الله إليه 5 من الملائكة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് നിന്ന് മരണാസന്നമായി കടക്കുന്ന വ്യക്തികൾ ആരുണ്ടോ അവസാന സമയത്ത് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തി നിൽക്കുമ്പോ, അവന്റെ ശരീരത്തിൽ ആത്മാവിനെ മലക്കുകൾ വേർപെടുത്താൻ വേണ്ടി നിൽക്കുമ്പോ അല്ലാഹു ഇലൈഹി 5 മിനൽ മലായിക, 5 മലക്കുകളെ അല്ലാഹു അവന്റെ സവിധത്തിലേക്ക് പറഞ്ഞേക്കും എത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5 മലക്കുകൾ വരും. എന്നിട്ടോ ഓരോ മലക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഇതൊക്കെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ മരിക്കാൻ പോകണ്ടേ? നമ്മൾ മരിക്കല്ലേ? ഈ ശരീരത്തിൽ നമ്മൾ ഓരോരുത്തരും ഇഞ്ചിഞ്ചായിട്ട് ശരീരത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ? ഓരോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ? യന്ത്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ? അടുത്ത സെക്കൻഡിൽ മരിക്കണ്ടേ? നമ്മള് മരിക്കാതെ ഈ ലോകത്ത് ഒരാൾ പോലും ശേഷിക്കൂല. അങ്ങനെ ശേഷിക്കുമായിരുന്നെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ഇന്നും ഉണ്ടായി. ആ പ്രവാചകർ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുപോയില്ലയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോട് പറയുകയാ, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസകറാ. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കൈയൊന്നിട്ടിട്ട് തണുത്ത വെള്ളം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകി തരും ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് ശാശ്വതത്വം കിട്ടുമെന്ന് കാസർഗോഡുള്ള ചെറുപ്പക്കാരാ നീ ചിന്തിക്കേണ്ടതില്ല. പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നവരെ പണം കൊണ്ട് പരദീസിൽ വിരാജിച്ചതായ എത്രയെത്ര ആളുകൾ നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖാറൂൻ അതിന് ഉദാഹരണമല്ലയോ? പണം കൊണ്ട് അഹങ്കരിച്ചവരല്ലയോ? പണം കൊണ്ട് പടച്ചറപ്പിന്റെ പവറിനെ വിലക്ക് പറഞ്ഞപ്പോ അവരെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും ആകാശത്തിന്റെ അടിയിലേക്ക് ഭൂമിക്കടിയിലേക്ക് അല്ലാഹു ആഴ്ത്തി കളഞ്ഞില്ലയോ? അവനെ നശിപ്പിച്ചില്ലയോ? അവനെ കൊന്നുകളഞ്ഞില്ലയോ? നമ്രൂദ് എവിടെ പോയി സഹോദര? ഫിറഔൻ എവിടെ പോയി സഹോദര? ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ നമ്രൂദിനെ പോലും അല്ലാഹു നിന്യമായി നിസാരമായി അല്ലാഹു കൊന്നുകളഞ്ഞില്ലയോ? അല്ലാഹു വധിച്ചു കളഞ്ഞില്ലയോ? എത്ര ഏകാധിപതികൾ, എത്ര സ്വേച്ഛാധിപതികൾ ഈ ലോകത്തുണ്ടായിരുന്നു. അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലേ? എന്താ പഠിക്കാത്തത്? ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി എലിയെ നമ്മൾ വല വെച്ച് പിടിച്ചിട്ട് കെണി വെച്ച് പിടിച്ചിട്ട് എലിയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാ? ചെല്ല് വെള്ളത്തിൽ മുക്കി കൊല്ലും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എലിയുടെ ശല്യമായിട്ടാണ് ഫിറഔനെ മനസ്സിലാക്കിയത്. ചെങ്കടൽ മുക്കി കൊന്നു. നിങ്ങൾ നോക്ക്, നിങ്ങൾ പഠിച്ചു നോക്ക്. ചരിത്രകാരന്മാർ എലിഞ്ഞു വെക്കുന്നു.
മുഴുവൻ ആളുകളും ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ ആളുകളും സ്വേച്ഛാധിപതികളാകുന്ന ആളുകളെയൊക്കെ അള്ളാഹു നശിപ്പിച്ചത് വളരെ നിന്ദ്യമായിട്ടല്ലേ, നിസ്സാരമായിട്ടല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക്, ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞ നമ്രൂദിനെ അള്ളാഹു കൊന്നുകളഞ്ഞത് എങ്ങനെയാ നശിപ്പിച്ചത്? ഫിർഔനെ നശിപ്പിച്ചത് ഒരുപക്ഷെ പലർക്കും അറിയാം. നമ്രൂദിനെ എങ്ങനെയാ കൊന്നുകളഞ്ഞത് പലർക്കും അറിയില്ല. ഒരു ചെറിയ ഈച്ചയെ അവന്റെ നാസ്വാധാരത്തിലൂടെ, അവന്റെ മൂക്കിലൂടെ തലച്ചോറിനുള്ളിലേക്ക് അള്ളാഹു കയറ്റിവിട്ടു. ഇവിടെ ശ്രദ്ധിക്കും, ഒരു ചെറിയ ഈച്ചയെ അവന്റെ മൂക്കിലൂടെ അവന്റെ തലച്ചോറിനുള്ളിലേക്ക് റബ്ബ് കയറ്റിവിട്ടു. ആ ഈച്ച തന്ന് തലച്ചോറിനുള്ളിൽ അള്ളിപ്പിടിക്കുകയാണ്, മുട്ടയിട്ട് വരികയാണ്. ഒന്നിലധികം ഈച്ചകൾ, ആയിരക്കണക്കിന് ഈച്ചകൾ തലച്ചോറിനുള്ളിൽ അള്ളിപ്പിടിക്കാൻ. ഈച്ചകളോ തലച്ചോറിൽ എന്താ ഈ പറയുന്നത്? ചത്തുപോയില്ല, ഈച്ച ചത്തുപോയില്ല. എടാ, നിന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് 9 മാസക്കാലം നിനക്ക് ആഹാരം നൽകിയ പ്രിയപ്പെട്ട റബ്ബിന് തലച്ചോറിനുള്ളിൽ ഒരു ഈച്ചയല്ല, ആയിരക്കണക്കിന് ഈച്ചകൾ വസിപ്പിക്കാനുള്ള കഴിവ് റബ്ബിനുണ്ട്. റബ്ബിന്റെ കഴിവിനെ കുറിച്ച് നീ സംശയിക്കേണ്ടതില്ല. അല്ലാഹു ഉദ്ദേശിച്ച വസ്തുവല്ലേ മരിക്കുള്ളൂ. ചിന്തിച്ചു നോക്കും, മൂക്കിനുള്ളിലൂടെ ഒരു മൂക്കിനുള്ളിലേക്ക് ഒരു ചെറിയ ഉറുമ്പ് കയറിയാൽ, ഒരു ഈച്ച കയറിയാൽ, നമ്മുടെ നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ എന്തൊരു വെപ്രാളമായിരിക്കും മനുഷ്യരുണ്ടാവും. ഇവിടെ നമ്രൂദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന വ്യക്തിയുടെ മൂക്കിനുള്ളിലൂടെ തലച്ചോറിനുള്ളിലേക്ക് ഒരു ഈച്ചയെ കടത്തിവിട്ടു റബ്ബ്. ആ ഈച്ച തന്ന് തലയ്ക്കുള്ളിൽ പെറ്റുപെരുകയാണ്, മുട്ടയിട്ട് പെരുകയാണ്. ഒന്നിലധികം ഈച്ചകളായി ഉറങ്ങാൻ സാധിക്കാത്ത രാവുകളാണ് നമ്രൂദിനെ അല്ലാഹു സമ്മാനിക്കുന്നത്. എന്തിന്റെ പേരിൽ? തൗഹീദ് എന്ന് പറയുന്ന മഹത്തായ ആശയം ഈ ലോകത്ത് സംവിധാനിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിന്നതായ ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തെ കുറിച്ച് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത്, മൈലുകൾക്ക് മീലെ ഒരു പക്ഷി ഏതെങ്കിലും ഒന്ന് പറന്നുപോയാൽ അതിന്റെ ചിറക്, അതിന്റെ ചൂടേറ്റുകൊണ്ട് കരിഞ്ഞ് ആ പക്ഷി അതിലേക്ക് വീഴുമായിരുന്നു. അത്രത്തോളം ചൂട്, അത്രത്തോളം മൈലുകൾക്കകരെ എത്തുന്നതാകുന്ന തീജ്വാലകളായിരുന്നു അതിൽ നിന്ന് പോയിരുന്നത്, അതിൽ നിന്ന് നിർഗളിച്ചിരുന്നത്. കിലോമീറ്ററുകൾ ദൂരത്തിൽ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പറ്റാതായില്ലേ? അവസാനം ഇബ്ലീസ് തന്നെ വന്നുകൊണ്ട് മനസ്സിൽ വന്ന് കുതന്ത്രം ചെയ്തു. അതല്ല, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്നും ചരിത്രമുണ്ട്. നമ്രൂദിനോട് പറഞ്ഞു, നിനക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയണമെങ്കിൽ അടുക്കാൻ സാധിക്കൂല. തീക്കുണ്ടാരത്തിലേക്ക് അടുത്തെങ്കിലല്ലേ അതിന്റെ നടുക്കോട്ടിടണ്ടേ? അടുക്കോട്ടിടണമെങ്കിൽ അടുക്കാൻ പറ്റുന്ന അടുക്കേണ്ട ആളുകളുടെ ശരീരത്തിന്റെ തോലുകളും ശരീരത്തിൻ്റെതാകുന്ന ശരീരത്തിന്റെ ചർമ്മങ്ങളും ഒക്കെ കരിച്ചു കളയുന്ന നിലയ്ക്കുള്ള ചൂടായപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ദുർബോധനം നടത്തി. എടാ, നീ ചെയ്യേണ്ടത് ഒരു പെട്ടിക്കകത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കിടത്തിയിട്ട് ആ പെട്ടി വലിയൊരു അമ്പുംവില്ലിലേക്ക് ചേർത്ത് വെച്ചിട്ട് 10 ആളുകൂടെ അമ്പ ചെയ്ത് വിടണം. അങ്ങനെ അമ്പ ചെയ്തിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന് ചരിത്രം. ഏതുമായിക്കോട്ടെ, അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാര തൗഹീദിനെതിരെ നിർമ്മിച്ചതായ നമ്രൂദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനം ചെയ്യുന്നത് ഒരു ചെറിയ ഈച്ചയെ കൊണ്ടാണ്. ഈച്ച വന്ന് തലച്ചോറിനുള്ളിൽ അള്ളിൽ പിടിക്കാൻ തുടങ്ങി. ഉറക്കമില്ലാത്ത രാവുകൾ. തന്റേതാകുന്ന ജോലി, തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പിശുങ്കരന്മാർ, ഡോക്ടർമാരെ മുഴുവനും വിളിച്ചു വരുത്തി അവരോടായിട്ട് ഇതിന്റെ എങ്ങനെയെങ്കിലും ഇതിനെ നശിപ്പിക്കണം, ഈച്ചയെ കൊന്നുകളയണമെന്ന് ആവശ്യപ്പെട്ടു. അവർ മൂക്കിലൂടെയും നാക്കിലൂടെയും ചെവിയിലൂടെയൊക്കെ മരുന്നുകൾ എത്തിച്ചു കൊടുത്തിട്ടും ഈച്ചയ്ക്ക് കൊല്ലാൻ സാധിക്കുന്നില്ല. കാരണം ഈ ഈച്ചയെ അതിനുള്ളിൽ അധിവസിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, അല്ലാഹുവാണ്. കൊന്നുകളയാൻ സാധിക്കുന്നില്ല. അവസാനം എന്തു പറ്റി? അവസാനം ഡോക്ടർമാർ കയ്യിലൊരു വടി കൊടുത്തിട്ട് പറഞ്ഞു, വേദന കൂടുന്ന സന്ദർഭത്തിൽ സേവകന്മാരെ കൊണ്ട് തലയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. അത് ആകും വരുന്നത്. ഈച്ച വന്നുകൊണ്ട് തലച്ചോറിനുള്ളിൽ അള്ളി പിടിക്കുന്ന സമയത്താണ് വേദന കൂടുക. ആ വേദന കൂടുന്ന സമയത്ത് തലയിലിങ്ങനെ വെളിയിലിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക ചെറിയ വടി കൊണ്ട്. വടി കൊടുക്കുന്ന അല്ല, കട്ടിയുള്ളൊരു വടി. ആ വടി കൊണ്ട് ഇങ്ങനെ തലയിലൊരു തടി കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, തട്ടിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയില്ലയോ, ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ.
അതിശക്തമായ ഇരുമ്പഴിക്കുള്ളിൽ അധിവസിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ടുപോകുമേ. മരണത്തിന്റെ മുന്നിൽ നിങ്ങൾ സമന്മാരാണ്. ഒരാളെ പോലും ഈ ലോകത്ത് നിന്ന് മുന്നൂരമാകാതെ നശിക്കാതെ ഉണ്ടാവുകയില്ല. എല്ലാവരും മരിക്കേണ്ടവരാണ്, മരിക്കേണ്ടവരാ. അയ്നമാ തകൂനു യുദ്രികുമുൽ മൗത്ത്. നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ തിരിഞ്ഞ ഏകാധിപതിയായ ഭരണാധികാരിയാണ്. അവസാനം ഉറക്കമില്ലാത്ത രാവുകളായ നമ്രൂദിന് തലച്ചോറിനുള്ളിലെ കള്ളിപ്പിടിക്കുന്ന ഈച്ചയുടെ കടികാരണമായിട്ട് നമ്രൂദിന് ഉറക്കമില്ല. തന്റേതാകുന്ന പിശങ്കരന്മാരോട് ആവശ്യപ്പെട്ട പ്രകാരം അവർ കൊടുത്തതായ വടികൊണ്ട് സേവകന്മാരടിച്ചുകൊണ്ടിരിക്കുകയാ. പാതിരാത്രി സമയത്ത് സർവരും നിദ്രയിലേക്ക് ഭവിക്കുമ്പോ നിർനിദ്രനായി ഉറക്കമില്ലാതെ നിൽക്കുന്നതായ നമ്രൂദ് തന്റേതാകുന്ന സേവകന്മാരോട് പറയുകയാണ്, ഒന്ന് തലയിലേക്ക് അടിക്കണേ. വേദന കൂടുകയാണ്. ദിവസങ്ങളായി മാസങ്ങളായി ഉറങ്ങിയിട്ടില്ല നമ്രൂദ്. നീര് വന്നുകൊണ്ട് മുഖത്ത് തളം കെട്ടി നിൽക്കുകയാ. അവന്റെ തലയില്ലതാ സേവകന്മാരടിക്കുകയാണ്. വേദന കൂടുകയാണ്, അടിയുടെ ശക്തിയും കൂടുകയാ. അവസാനം ഒരൊറ്റ അടിയോടുകൂടി അവന്റെ തല പൊട്ടിത്തെറിക്കുകയാണ്. തലച്ചോറ് വെളിയിൽ വരുകയാ. ലഅനത്തുല്ലാഹി അലൈഹി ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൈക്കയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രവാസ ലോകത്ത് പോയി സമ്പന്നതയുടെ പളപളപ്പിൽ വിരാജിക്കുന്നവരെ, നിന്റെ സമ്പത്ത് കൊണ്ടോ സൗഭാഗ്യങ്ങൾ കൊണ്ടോ മരണത്തെ നിനക്ക് തടുത്തു നിർത്താൻ കഴിയുകയില്ല. ജയലളിത എന്ന് പറയുന്ന മുഖ്യമന്ത്രി എത്ര വലിയ ധനാഢ്യായിരുന്നു, എത്ര വലിയ പണക്കാരിയായിരുന്നു. പക്ഷേ അവരുടെ സമ്പത്തിനെ കുറിച്ച് ഊറ്റം കൊള്ളാൻ ഇന്ന് ഈ ലോകത്ത് ഒരാൾക്കും കഴിയുന്നില്ല. അനന്തരാവകാശികൾ പോലും ഇല്ലാതാക്കിയില്ലയോ അല്ലാഹു അല്ലയോ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവ്, ഈ ലോകത്തിന്റെ പരിപാലകൻ. കോടിക്കണക്കിന് ഡോളറുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, കോടിക്കണക്കിന് ദിർഹമുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. അത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ കൊണ്ടല്ലാതെ ഖബറിൽ നിനക്ക് തുണയില്ല, മഹ്ശറിൽ നിനക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ, അല്ലാഹുവിന്റെ മഹത്തുക്കളെ, മഹാനർദന്മാരെ, മഹതികളെ നീ സ്നേഹിക്കൽ കൊണ്ടല്ലാതെ നിന്റെ ജീവിതത്തിൽ അർത്ഥമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസ അല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. ഈ ലോകത്ത് നിന്ന് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ സവിധത്തിലേക്ക് അല്ലാഹു 5 മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. ഫയഅതീഹി മലകുൽ അവ്വൽ വറൂഹു ഫിൽ ഹുൽഖൂം. റൂഹ് തൊണ്ടക്കുഴിയിലായിരിക്കുന്നു. ഒന്നാമത്തെ മലക്കവന്റെ അടുക്കലേക്ക് കടന്നു വരുമത്രേ. ഫയസ്അലു ലഹു, അവനോട് ചോദിക്കുമത്രേ. അവന്റെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് അവനോട് വിളിച്ച് ചോദിക്കുമത്രേ, യബ്ന ആദം, ആദമിന്റെ മകനെ, ആദമിന്റെ പൊന്നുമോനെ, ഐന ബദനുകൽ ഖവീ വമാ അളഫഹുൽ. എവിടെ പോയടാ പൊന്നുമോനെ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ? ആ ആരോഗ്യത്തെ നശിപ്പിച്ച വസ്തു എന്താണെന്ന് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയോട് മലക്ക് വന്നുകൊണ്ട് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി. ദുനിയാവിൽ വെച്ചുകൊണ്ട് 6 മണി സമയത്ത് തന്നെ അലാറം വെച്ചുകൊണ്ട് ജിംനേഷ്യത്തിലേക്ക് പോയവനല്ലയോ, തന്റെ ശരീരത്തെ സിസ്പായിക്കാക്കി എടുത്തവനല്ലയോ, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി സുബഹിയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിപ്പോയവനല്ലയോ, വൈകുന്നേരം വരെ ഫുട്ബോൾ കളിച്ചുകൊണ്ട് സമയം കളിച്ചവനല്ലയോ, സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും സിനിമാറ്റിക് ഡാൻസ് കണ്ടും റിയാലിറ്റി ഷോകൾ കണ്ടുകൊണ്ടും സമയത്തെ നീ
ചെലവഴിച്ചില്ലയോ നിന്റെ ശരീരത്തെ ഇന്ന് മരണാസമയമായ ഈ സമയത്ത് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താ? നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മറുപടി കൊടുക്കാൻ കഴിയണം. 5 മലക്കുകൾ വരും. അതിൽ ഒന്നാമത്തെ മലക്ക് തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് നമ്മളോട് വിളിച്ചു ചോദിക്കാൻ, യബ്ന ആദം ഐന ബദനുകൽ ഖവീ വമാ അളഫഹുൽ ആദമിന്റെ മകനെ നിന്റെ ശരീരത്തിനെന്ത് പറ്റിയടാ? ആ ശരീരത്തിനെ ഇത്ര ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? രാബയുടെ സുബയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് താത്തമാര് ഉമ്മമാര് നടക്കാൻ ഇറങ്ങുന്നില്ലയോ? കൊഴുപ്പുകൾ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിയത് കൊളസ്ട്രോൾ കാരണമായിട്ടാണെന്ന് ഡോക്ടർ പറയുമ്പോ അത് കേട്ടുകൊണ്ട് രാവിലെ മണിക്കൂറുകൾ ഇറങ്ങി നടക്കുന്നതായ ഓടുന്നതായ സഹോദര സഹോദരിമാരില്ലയോ? ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നവരില്ലയോ? അവരെല്ലാവരും തന്നെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവനോട് വന്നുകൊണ്ട് മലക്ക് ചോദിക്കുകയാണ്, നിന്റെ ശരീരത്തിന് എന്ത് പറ്റിയടാ? ഇന്ന് നിന്റെ ശരീരത്തെ അനക്കാൻ പറ്റുന്നില്ലല്ലോ. അതിനെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? നിന്നെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? ജിംനേഷ്യത്തിൽ പോയി തിരിച്ചു വന്നിട്ട് 20ഉം 25ഉം കോഴിമുട്ടയുടെ അല്ലെങ്കിൽ താറാമുട്ടയുടെ വെള്ള മാത്രം അടിച്ച് കഴിച്ചവനാണ്, ജ്യൂസ് അടിച്ചു കുടിച്ചു. ഇല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ മാത്രം മഞ്ഞ എന്നിട്ട് ഉമ്മാക്ക് കൊടുത്തേക്കും, വേറെ എങ്ങനെയെങ്കിലും തീരുന്നോട്ടെ. വല്യുപ്പാക്ക് കൊടുക്കാം, മഞ്ഞ എന്നാ കഴിച്ചോ, മുട്ടയുടെ മഞ്ഞ, വേഗം കൊളസ്ട്രോൾ ഒന്ന് തീരട്ടെ. ഇവരെന്താ മഞ്ഞ വെള്ളം മാത്രം കഴിയുന്നെന്താ? ഇവനോട് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, നീ വെള്ളം മാത്രം കഴിച്ചാൽ മതി, ബോഡിയൊക്കെ ഒന്ന് റാഹത്തായി ഫിറ്റാകട്ടെ. ഇങ്ങനെ കഴിച്ച് നടന്നവരാ എത്ര പ്രാവശ്യം പാല് കുടിച്ചു, എത്ര ജ്യൂസ് കുടിച്ചു. ശരീരത്തെ പുഷ്ടപ്പെടുത്തിയില്ലേ? പോഷകാഹാരമുള്ള ഒരു ഡ്രിങ്ക്സ് ആണ് ഇവിടെ വിൽക്കുന്നത് എന്നറിഞ്ഞാൽ അവിടെ എത്ര പേരായിരിക്കും ഇടിച്ചു കയറുക? കടയിലേക്ക് ജനങ്ങൾ മുഴുവൻ ചെന്ന് കയറും, എല്ലാവരും കുടിക്കും, എല്ലാവർക്കും അത് വേണം. കാരണം ബോഡി അത്രത്തോളം നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കുന്നവർ. ഫുഡിന്റെ കാര്യത്തിൽ കാസർഗോഡിന്റെ വല്ല മറ്റൊരു ജില്ലയില്ല. ആലിമീങ്ങൾക്ക് കൊടുക്കാനും അവരെ സൽക്കരിക്കാനും വല്ലാത്ത താല്പര്യമുള്ളവരാണ്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. കാസർഗോഡ് വഴലിന് പറ്റിയ നാടാ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. എന്റെ വല്ലുപ്പ ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. മാനവർകൾ പാടിയത് അന്ന് ഇവിടെ വന്നിട്ട് വയല് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വീട്ടിലോട്ട് കത്തെഴുതിയാണ് എന്റെ ഉമ്മാക്ക്. പഴയ കാലത്ത് ഇപ്പോഴൊന്നുമല്ല, 30 കൊല്ലം മുമ്പുള്ള വൈത്ത. കാസർഗോഡ് വഴലിന് പറ്റിയ നാടാ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. ഒരുപാട് കറികളൊക്കെയാണ് കാസർഗോഡുകാർക്ക് എന്ന് പറഞ്ഞ് അന്ന് അങ്ങോട്ട് അയച്ചു തന്നെ. അവിടെയൊക്കെ ഒറ്റ കറിയാണ്, ഒരു കറിയും ഒരു ചോറും, ബസ്, അത്രേ ഉള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെയാണ്. ആരെങ്കിലും ഒരാളും കൂടെ വന്നാൽ ചിലപ്പോൾ ഒരു കറി കൂടി. ഇവിടെ അതല്ലല്ലോ, എത്ര കറികളാണ്. ഇന്നിപ്പോ ഞാൻ ഉണ്ണാൻ പോയി അഷ്റഫ് സാഹിബിന്റെ വീട്ടിൽ, അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എത്ര തരം കറികളാണ്. ആ നാട്ടിലുള്ള ആള്, ഉപ്പറ നാടിതല്ല, നെല്ലിക്കട്ടോ മഹല്ലാണ്, അപ്പുറത്താണ് താമസം. അപ്പൊ ആ നാട്ടുകാരെയും ഈ നാട്ടുകാരിലുള്ള ഏകദേശം ആൾക്കാരെയൊക്കെ വിളിച്ചിരിക്കണം. ഭയങ്കര സൽക്കാരാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ വേണം ഭക്ഷണം കൊടുക്കണം എല്ലാവർക്കും, നല്ല സൽക്കാരം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഉസ്താദുമാര് സയ്യിദന്മാരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചും നല്ലതുപോലെ കുടിച്ചും ഒക്കെ കഴിയുന്ന ആളുകളാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്, ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും, ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും, നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും, സമൂഹത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നിന്റെ സ്വന്തം കാര്യത്തെ നീ മറക്കാൻ പാടില്ല. പലർക്കും അവിടെയാണ് 19.
രാവിലെ കട തുറക്കാൻ പോകും, വൈകുന്നേരം വരെ കച്ചവടം ചെയ്യും. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. ഇതിനിടയ്ക്കുള്ള നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മുടെ സ്വന്തം കാര്യം അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അങ്ങനെ കൂടെ ഇറങ്ങാൻ പോകുമ്പോൾ ഒരാൾ കൂടെ ഒരു കസ്റ്റമർ വരെ ഉണ്ട്, അയാൾക്ക് വേണ്ടി കടയിലോട്ട് പിന്നെയും കയറി കച്ചവടം നടക്കുക. ജമാഅത്ത് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ആർക്കാ ഇവിടെ പ്രശ്നം പറ്റുന്നത്? മക്കൾക്ക് കിട്ടേണ്ട സ്വത്ത് കിട്ടി, പക്ഷെ നിനക്ക് കിട്ടേണ്ടതാകും നമസ്കാരം കിട്ടിയില്ല. ഇവിടെയാണ് പ്രശ്നം. നിന്റെ സ്വന്തത്തെ മറക്കാൻ പാടില്ല. എത്രയോ പ്രവാസികളാകുന്ന സുഹൃത്തുക്കളുണ്ട്, അവരോട് ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച പോയിട്ട് പോയപ്പോഴും അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ഓർക്കണം, സ്വന്തം കാര്യം ചിന്തിക്കണം. ഒരുപാട് ആളുകൾ സ്വന്തത്തെ മറക്കാൻ. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ പ്രത്യേകിച്ചും, കാരണം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അവർ പകലന്തിയോളം അങ്ങനെ പണിയെടുക്കാൻ സ്വന്തം കാര്യം അവർ മറന്നു പോവാണ്. അശ്രദ്ധമാകുക, സമയമില്ലാതെ വൈകിട്ട് വന്നു, ജോലി തിരക്കെല്ലാം കഴിഞ്ഞു, നമസ്കാരം എല്ലാം കൂടി ഒരുമിച്ച് ജമ്മാക്കുന്ന രീതി പാടില്ല. നിന്റെ സമയം കണ്ടെത്തി നിന്റെ കാര്യത്തെ നീ ശ്രദ്ധിക്കുക. ഒരാളും ഉണ്ടാവൂല നിനക്ക് തുണയ്ക്ക്, ഒരാളും ഉണ്ടാവൂല നിനക്ക് രക്ഷയ്ക്ക്. മരണത്തെ തൊട്ട് നിന്നെ രക്ഷിക്കാൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾ കടന്നു വരൂല, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കടന്നു വരൂല, നിന്റെ കുടുംബാദികൾ വരൂല, ഒരാളും ഉണ്ടാവൂല. അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പായിട്ട് കലിമ ചൊല്ലി നിനക്ക് മരിക്കണോ, തൗബ ചൊല്ലിക്കൂടെ നിനക്ക് മരിക്കണോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമ കൊണ്ട് മരിക്കണോ, സ്വർഗം കൊണ്ട് മരിക്കണോ, നീ കൃത്യമായി അമൽ ചെയ്തേ മതിയാവുകയുള്ളൂ. നിന്റെ ആരോഗ്യത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് പ്രത്യേകം നാളെ മഹ്ശറയിലെത്തുമ്പോൾ തന്നെ ചോദിക്കും. قال رسول الله صلى الله عليه وسلم إن أول ما يسأل عنه يوم القيامة عن النعيم. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ആദ്യമായി അല്ലാഹു നിഅമത്തിനെ പറ്റി ചോദിക്കുന്നത് അവന് കൊടുത്തതായ ആരോഗ്യത്തെ പറ്റിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അലം നുസഹി ജിസ്മക വനുറവീക മിനൽ മാഇൽ ബാരിദ്. നിന്റെ ശരീരത്തെ നാം പുഷ്ടിപ്പെടുത്തിയില്ലയോ, നിനക്ക് നാം നല്ല ആരോഗ്യം നൽകിയില്ലയോ, എത്ര നല്ല ആഹാരങ്ങളാണ് നിനക്ക് ഞാൻ നൽകിയത്. തിന്മേശയിലേക്ക് കൈ കഴുകി നീ വന്നിരിക്കുമ്പോ നല്ല സുഭിക്ഷമായ ആഹാരങ്ങൾ നിനക്ക് ഞാൻ നൽകിയില്ലയോ. വനുറവീക മിനൽ മാഇൽ ബാരിദ്. ദാഹിച്ച് പരവശനായി നിൽക്കുന്നതായ സമയത്ത് എത്രയോ പ്രാവശ്യം നിനക്ക് ഞാൻ തണുത്ത ജലം നൽകിയില്ലയോ. അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തെ പറ്റി ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈറുൻ യാ ഹബീബല്ലാഹ്. ജനങ്ങൾ വെച്ച് ഏറ്റവും നല്ലവനാരാണ് നബിയേ, ഏറ്റവും ഉത്തമനാരാണ് നബിയേ. ജനങ്ങൾ വെച്ച് ഏറ്റവും നല്ലവനാരാണ്? നല്ല ചോദ്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ പറഞ്ഞു അത്രേ, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ഈ ഭൗതികമാകുന്ന ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് കാലം ജീവിക്കാൻ അല്ലാഹു ആയുസ് കൊടുക്കുകയും ആ ആയുസ്സിൽ ഒരുപാട് നന്മകൾ ചെയ്തവനുമാണ് ഏറ്റവും വലിയ വിജയെന്ന് നബിയുനാ റസൂലുള്ളാഹി. 60 വയസ്സ് വരെ ജീവിച്ചവനാണ്, 90 വയസ്സ് വരെ ജീവിച്ചവനാണ്. ആ കാലഘട്ടത്തിൽ അത്രയും നമസ്കരിച്ചവനാണ്, നോമ്പ് പിടിച്ചവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്, പാവങ്ങളെ സഹായിച്ചവനാണ്, നിരാലംബര കവലംബമായവനാണ്. എന്നാൽ അവനാണ് ജനങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, മൻ ശർറുന്നാസി യാ റസൂലല്ലാഹ്. ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനാരാണ് നബി? ഹബീബായ നബി തങ്ങളുടെ കൊടുത്ത മറുപടി വല്ലാത്ത ഹൃദയഭേദകമാണ്. റസൂലുള്ള പറയുകയാ, മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷേ ആ ജീവിച്ച കാലഘട്ടം അത്രയും അവൻ നമസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല. എത്രയോ പ്രവാസികളാണ് സൗദിയിലുണ്ട്, പക്ഷേ ഒരു വട്ടം പോലും ഉംറയ്ക്ക് അവന് തൗഫീഖ് കിട്ടിയിട്ടില്ല. ഒരു വട്ടം പോലും പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് റബ്ബ് അവന് തൗഫീഖ് കൊടുത്തിട്ടില്ല. പണമുണ്ടട്ടും പവറുണ്ടായിട്ടും
അള്ളാഹുവിന് വേണ്ടുക വേണ്ടയോ ആ മനുഷ്യൻ അതിനെ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ വ്യക്തികളില്ലയോ 60ഉം 90ഉം വയസ്സുമൊക്കെ ജീവിച്ചു തീർത്തതായ സഹോദര സഹോദരിമാരില്ലയോ? ഈ ദുനിയാവിൽ തന്നെ വന്ന സമയങ്ങൾ മുഴുവനും മുഖവിൽ കെടുക്കാതെ കളിച്ചും രസിച്ചും സിനിമാ ടാക്കീസിലേക്ക് പോയി കൂട്ടുകാരുമായിട്ട് സിനിമകൾ കണ്ടുകൊണ്ട് സമയം ചെലവഴിച്ചവനാ. കള്ളുകുടിച്ചുകൊണ്ടും ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടും തന്റെ സമയത്തെ അവൻ കൊന്നുകളഞ്ഞവനാണ്. ഹറാമായ രീതിയിലേക്ക് തന്റെ കണ്ണുകളെ കൊണ്ടുപോയവനാ. ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു നന്മയും അവന്റെ ജീവിതത്തിലില്ല. അങ്ങനത്തെ സഹോദര സഹോദരിമാരുണ്ടോ? അവരാണ് ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി, ആഫിയത്ത് നൽകി, ആയുസ്സും നൽകി, എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല എങ്കിൽ എത്ര വലിയ വെട്ടികളാണ് നമ്മൾ. ആയുസ് നൽകി, ആരോഗ്യം നൽകി, നല്ല ആഫിയത്തുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാനുള്ളതാകുന്ന കൂവത്തുണ്ട്. എത്രയോ സഹോദരങ്ങളുണ്ട് അംഗവൈകല്യമുള്ളവർ പള്ളിയിൽ വരണമെന്ന് ആശിക്കുന്നുണ്ട്, പക്ഷെ ഒരാളുടെ സഹായമില്ലാതെ, അവർ മറ്റൊരാളുടെ പരിസഹായമില്ലാതെ വരാൻ പറ്റാത്തവർ. നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ ശരീരത്തിന് വല്ല പ്രശ്നമുണ്ടോ? ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. വല്ലാത്തർത്ഥമാണ്, വല്ലാത്തർത്ഥമാണ്. വിജയത്തിലേക്ക് വരൂ എന്നാണ് വിളിക്കുന്നത്. വിജയത്തിലേക്ക് വരൂ. നമ്മളപ്പോ ഇത് കേൾക്കുമ്പോ വരാതെ എന്നാൽ നാശത്തിലേക്കുള്ള പോക്കാണ്. അല്ലാഹു ആക്കട്ടെ. അന്ധനായ ഒരു സഹാബി വരെ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ് ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ് അഫഉസല്ലി ഫീ ബൈതി യാ ഹബീബല്ലാഹ്. നബിയേ നബിയേ, കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യനാണ് ഞാൻ. എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളും എനിക്ക് തുണയില്ല നബിയേ. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നമസ്കരിക്കട്ടെയോ? നമസ്കരിക്കാതിരിക്കൂല, പക്ഷെ വീട്ടിലായിരിക്കും നിസ്കരിക്കുക. കാരണം പള്ളിയിലേക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം കണ്ണ് കാണൂല, ഒരാളും എന്നെ സഹായിക്കാനില്ല. ലൈസലിയ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളും ഇല്ല. അതുകൊണ്ട് നബി എനിക്കൊന്ന് ഇളവ് നൽകണം, വീട്ടിൽ നിസ്കരിച്ചോളാം, ഞാൻ ജമാഅത്തിന് വരാൻ എനിക്ക് പ്രയാസം. സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറഖസ ലഹു, അദ്ദേഹത്തിന് ഇളവ് കൊടുത്തു. ശരി, നീ വീട്ടിൽ നിസ്കരിച്ചാൽ. കാരണം എന്താ കാരണം? നീ അന്ധനാണ്, സുഖമില്ലാത്ത വ്യക്തിയാണ്, അതുകൊണ്ട് നീ വീട്ടിൽ തന്നെ നിസ്കരിക്കണം കേട്ടോ, വീട്ടിൽ തന്നെ. ഓക്കെ, അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു. ഫലമ്മാ വല്ലാ, രണ്ടടി പുറകോട്ടങ്ങോട്ട് നടന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബി വര്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ തസ്മഉൻ നിദാ, ഹൽ തസ്മഉൻ നിദാ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്നുള്ള ശ്രവണ സുന്ദരമായ ബാങ്കുലി നിന്റെ കർണപുടത്തിലെ കലയൊലി കൊള്ളുന്നുണ്ടോ? നിനക്ക് ബാങ്ക് വിളി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫഖാല സ്വഹാബി, ആ സ്വഹാബി വരും പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, എനിക്ക് ബാങ്ക് കേൾക്കാൻ സാധിക്കും നബിയേ. എന്റെ കാതിന് കുഴപ്പമില്ല നബിയേ, എന്റെ കണ്ണിനാണ് പ്രശ്നം യാ റസൂലല്ലാഹ്. കാതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ പറ്റും. ചെന്തൂര പള്ളിയിലോട്ട് വരാൻ എനിക്ക് ഊടുവഴികളിലൂടെ വരാൻ വല്ലാത്ത പ്രയാസം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറഞ്ഞു അത്രേ, ഫാജിബിൽ സലാ, ഫാജിബിൽ സലാ, ബാങ്ക്
നിനക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ ഒരു ഇളവും നിനക്കില്ല, ഒരു ഇളവുമില്ല. നീ കൃത്യമായി ജമാഅത്തിന് വരണേയെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണ് കാണാത്ത അന്ധനായ സാബിവര്യനോട് പോലും പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനം ഇതാണെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന പൈക്കമ്മണവാട്ടിയുള്ള ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ഈ ബേബിയുടെ ചാരത്ത് കിടന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്കുറങ്ങാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാല് ഭർത്താവിനോടൊപ്പം ശയ്യവരംഭിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ചാടി എഴുന്നേൽക്കണേ, എഴുന്നേൽക്കണേ, റബ്ബിനെ പേടിക്കണേ, മരണത്തെ ഭയക്കണേ. മരണത്തിന് മുമ്പ് തന്നെ നമുക്ക് റബ്ബിലേക്ക് മടങ്ങണ്ടയോ? തൗബ ചെയ്തുകൊണ്ട് പൊരുത്തപ്പെടിക്കണ്ടയോ? അല്ലാഹുവേ അല്ലാഹ്, ഒരുപാട് നമസ്കാരങ്ങൾ, ഒരുപാട് നോമ്പുകൾ ഞങ്ങൾക്ക് ഫൗത്തായി പോയിട്ടുണ്ട് റബ്ബേ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങളത് വീട്ടാം അല്ലാ. നീ ഞങ്ങളെ തൊട്ട് പൊരുത്തപ്പെടണേ അല്ലാ, നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ അടുക്കലേക്ക് മലക്ക് വന്നുകൊണ്ട് ആദ്യമായി ചോദിക്കുന്നത് നിന്റെ ആരോഗ്യത്തെ പറ്റിയാ. ഐന ബദനുകൽ ഖവി, ഒരുപാട് ആരോഗ്യമുള്ളവനായിരുന്നല്ലയോ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നില്ലയോ, ദുനിയാവിൽ നീ കുൻഫു മാസ്റ്റർ ആയിരുന്നില്ലയോ, കരാട്ട മാസ്റ്റർ ആയിരുന്നില്ലയോ? വമാ ദഅഫഹുല്ലൂ, ഇന്ന് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ? ഇന്ന് നിനക്ക് അനങ്ങാൻ പറ്റാത്തതെന്താണ്? ഡോക്ടർ വന്നുകൊണ്ട് പറയുകയാണ്, കയ്യെന്നുയർത്തണേ, കാലെന്ന് ചരിക്കണേ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ്, ഇഞ്ചക്ഷൻ എടുക്കാനാണ്. കഴിയുന്നില്ല നിനക്ക്. ദുനിയാവിൽ നീ കൈകാലുകൾ കൊണ്ട് പലരെയും നീ അടിച്ചവനാണ്, സമൂഹ മധ്യത്തിൽ താറടിച്ചവനാണ്, പലരെ കുറിച്ചും നീ കമന്റുകൾ രേഖപ്പെടുത്തിയവനാണ്, പലരെയും നീ അടിച്ചു നിരത്തിയവനാണ്, പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറിയവനാണ്, പലരെയും നീ തല്ലിച്ചതച്ചവനാണ്, പലരെയും നീ കൊന്നിട്ടുള്ളവനാണ്, പല അക്രമങ്ങൾക്കും നീ കൂട്ടുനിന്നവനാണ്. പക്ഷേ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ കൈകാലുകളെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണ്? എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുമ്പോ മറുപടി കൊടുക്കാൻ സാധിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. മറുപടി പറയാൻ വല്ലതും വേണ്ടേ? അക്ഷരവും പറയാനില്ല. തൊണ്ടക്കുഴിയിൽ ആത്മാവത്ത് നിൽക്കണം. മലക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ മലക്കിനെ ചോദിക്കുന്നത്. 3 ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനെ നമ്മളിപ്പോ പറഞ്ഞത് ആരോഗ്യത്തെ പറ്റി ചോദിക്കും നബിയുനാ റസൂലുള്ളാഹി. നിന്റെ ആരോഗ്യം എവിടെടാ? നിന്റെ ആരോഗ്യത്തിൽ നീ ദുനിയാവിൽ നല്ല ആരോഗ്യമുള്ളവനല്ലായിരുന്നോ? ഓരോരുത്തരും ഇന്ന് പോയി ത്രാസിൽ നിന്നാൽ 70, 90, 50 കിലോ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഓരോരുത്തർക്കും വേണ്ടുന്ന വെയിറ്റിനേക്കാൾ 10 കിലോ കുറയാതുണ്ട്. ശരിയല്ലേ? എല്ലാരും പറയും വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. കാരണം എന്താണ്? ഓരോരുത്തർക്കും ഏജ് അനുസരിച്ചുള്ള വെയിറ്റ് അല്ല, അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ട്. നല്ലതുപോലെ റാഹത്തായിട്ട് അടക്കാൻ അള്ളാഹു നമുക്ക് വശനതയിൽ വിശാലത നൽകുമാറാവട്ടെ. ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാ വക്കാത്തിയ സൂറത്ത് ദായിമാക്കണം. ഇന്നുള്ള നിയമത്തൊക്കെ പെട്ടെന്ന് നീങ്ങാം. പടച്ചോന്റെ കയ്യിലാണ് കാര്യം. അതുകൊണ്ട് ഇതാ വക്കാത്തിയ സൂറത്ത് മുടങ്ങാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെണ്ണുങ്ങൾ അധികരിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പെൺമക്കള് ധാരാളം പെൺമക്കളുള്ള അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാതിൽ പറഞ്ഞു കൊടുക്കടാ, നീ ഓതേണ്ടത് ഏതാണ്? സൂറത്തുൽ വാഖിയാണ്. നീ മാത്രമല്ല നിന്റെ പെൺമക്കളെയും പഠിപ്പിക്കണം. ആര് പറയാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തു, പെൺമക്കൾക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാ പെൺകുട്ടികളും ഓതാൻ തുടങ്ങി. നിത്യോതും ഒരൊറ്റ ദിവസം മുടങ്ങൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, നീ പേടിക്കണ്ട. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ശേഷം 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു സ്വർണത്തിന്റെ കിഴി എടുത്തിട്ട് അദ്ദേഹം കൊടുത്തയച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് വേണ്ട.
നമുക്ക് വേണ്ട എന്താ കാര്യം? അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിഅ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅ എന്നാണ് അതിന്റെ പേര്. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്കും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ നമുക്ക് പേടിയില്ല, ഒരു പേടിയില്ല. നിങ്ങളിത് തിരിച്ചു കൊണ്ടേക്കും. നമ്മളാണെങ്കിലോ കോടികൾ ആസ്തി ഉണ്ടെങ്കിലും ആരെങ്കിലും 10 രൂപ എവിടെന്നെങ്കിലും തന്നു കഴിഞ്ഞാൽ അപ്പം എടുത്തോണ്ടോ. അപ്പൊ കക്കുന്ന ഏതൊക്കെ മോഡലാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു ക്ലിപ്പ് കണ്ട്, ഒരു ജ്വല്ലറിയിൽ നിന്ന് ഒരു പാക്കറ്റ് സ്വർണം വാങ്ങിച്ചിട്ട് ഇറങ്ങിയതാകുന്ന ഒരു കുടുംബം. ഒരാളേ ഉള്ളൂ. അയാൾ നേരെ സാധനം എടുത്തു വണ്ടിക്കകത്ത് കയറി പുറയിലത്തെ സീറ്റിലോട്ട് വെച്ചു, ഡോറങ്ങോട്ട് അടച്ചു. അപ്പൊ ഒറ്റയ്ക്കല്ലല്ലോ കക്കാൻ വരുന്നത്, പല രീതിക്കാണ് കക്കാൻ വരുന്നത്. ജ്വല്ലറിയുടെ വാതിക്കലുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞതാണ്. ഇടത് ഭാഗത്തൂടെ പോകുന്ന ഒരാൾ, അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്ന ഒരാൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കടിക്കുക, ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ഇവിടുന്ന് ഡോർ തുറന്നിട്ട് എന്താണെന്ന് വെളിയിൽ ഇറങ്ങാണ്. നിങ്ങളുടെ പൈസ ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവാണ്. ധാരാളം സംഭവം പറഞ്ഞിട്ട് പോകുന്നതാണ്, കള്ളനാണ്. അപ്പൊ ഇയാൾ ഇതിലേക്കൂടെ പതുക്കെ ചെന്ന് അപ്പുറത്തൂടെ പോയിട്ട് പൈസ എടുക്കാനായിട്ട് അവിടെ ചെന്ന് ഈ പൈസ കുനിഞ്ഞെടുക്കും. 100 രൂപ എടുത്തിട്ട് ഇയാൾ വരുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തൂടെ ഒരുത്തം വന്നിട്ട് ബാക്കിൽ ഡോർ തുറന്നിട്ട് ഇയാളുടെ 25-30 പവൻ കാര്യമായിട്ട് വെച്ചിരിക്കുക. 100 രൂപ ഹേവൻ അവിടെ നിന്ന് എടുത്തപ്പോഴത്തേക്ക് ഇവിടെ 25 പവനും കൊണ്ടൊക്കെ പോയി. ഇയാൾ വന്നിട്ട് വലിയ ശരി വണ്ടി കയറി, ഒന്നും നടന്നിട്ടില്ല, അയാൾ ശ്രദ്ധിക്കുന്നില്ല. കാറ് നേരെ സ്റ്റാർട്ടാക്കി മൂപ്പര് വീട്ടിലെത്താം. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ സ്വർണ്ണം ഇല്ല, റോക്കേട് കയറി. അല്ല, കള്ളന്മാരുടെ അവസ്ഥ ഞാൻ പറയാം. എത്ര ഇപ്പൊ കൂട്ടമായിട്ട് ഇറങ്ങണം, ഒരാളല്ല ഇറങ്ങുന്നത്. റോബറി, കവർച്ച ഭയങ്കര സംഭവമാണ്. ഒരാളായിട്ട് കള്ളന്മാരാണെങ്കിൽ ഓക്കെ. ഇത് ഒന്നിലധികം ആളുകൾ, നമ്മൾ ഒരാൾ കൊണ്ട് വന്നിട്ട് ഇതാ നിങ്ങളുടെ പൈസ എന്ന് പറയും, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ എന്റെ പോക്കറ്റിൽ നിന്ന് വല്ലതും പറഞ്ഞതെന്ന് കരുതി നമ്മൾ അത് എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുന്ന് പേഴ്സ് അടിച്ചുകൊണ്ട് പോവുക, അല്ലെ പോക്കറ്റിൽ കയറ്റിട്ട് വല്ലതും എടുത്തോണ്ട് പോവുക. ശ്രദ്ധ തിരിച്ചു കളയുക. ഇതാണ് കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ സമയത്ത് കാവൽ റബ്ബല്ലാതെ വേറെ ഒരാളും ഇല്ല. എത്ര സെക്യൂരിറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര സെക്യൂരിറ്റി ഉള്ള ആളുകൾ ഇവിടെ മരണപ്പെട്ടു പോയത്. അസ്രായേലിന്റെ മുന്നിൽ വല്ല കാവലും ഉണ്ടായിട്ട് കാര്യം. സെക്യൂരിറ്റിക്കാർ 100 എന്നിട്ട് കാര്യമുണ്ടോ? അസ്രായേൽ കയറി പോയി. അള്ളാഹു കാക്കണ്ടേ? റബ്ബല്ലേ നമുക്ക് കാവല്. ആ പടച്ച റബ്ബ് കാവലെന്ന് പിൻവലിച്ച പോയില്ലേ? വലിയ വിഷയമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇദാവക്കത്തെ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മക്കൾ അവർ ഓതാൻ തുടങ്ങി. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അദ്ദേഹം കൊടുത്തയച്ച ഒരു സ്വർണത്തിന്റെ കിഴി അദ്ദേഹം നിരാകരിച്ചു. വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, കാരണം എന്റെ പെൺമക്കളെ ഞാൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ, ആ മക്കളെല്ലാം അത് ഓതുന്നുണ്ട്. പെൺമക്കൾ ധാരാളം അധികരിച്ചാണ് അദ്ദേഹം. അതുകൊണ്ട് റസൂലുള്ളാഹി പ്രത്യേകം ഗൗനിച്ചതാണ് അദ്ദേഹം. മൂന്നാം ഖലീഫ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ വീണ്ടും കൊടുത്തയച്ചു. മാനവറുകൾ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താണ്? അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്താ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ വാഖിഅ എന്ന. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഓതുന്നുണ്ടെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. സ്വർണ്ണക്കീഴ് 3 പേരുടെ കയ്യിൽ നിന്നും നിരാകരിക്കുകയാണ്. 3 ഖലീഫമാരുടെ കയ്യിൽ നിന്ന്. ചരിത്രം പ്രസിദ്ധമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു പ്രശ്നം അവരുടെ വീട്ടിലുണ്ടായില്ല, ദാരിദ്ര്യം അവർക്കില്ല. എന്താ കാരണം? ഖുർആനിൽ വിശ്വാസം ഉറച്ചു എന്ന് മാത്രമല്ല, ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തു. നമ്മളിന്ന് ഖുർആൻ ഇവിടെ കൈകൊണ്ട് തൊടുന്നു. ആർക്കൈന്ന് ഖുർആൻ ഓതാൻ നേരം? ഖുർആൻ ഇന്ന് കൈകൊണ്ട് തൊടുന്നില്ലല്ലോ. ഖുർആന്റെ ആളുകളാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നെങ്കിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ മുസ്ലിം സഹോദരാകുന്ന നമ്മൾ കൈകൊണ്ട് തൊടുന്നില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഖേദമെന്ന് പറയട്ടെ, ഇന്നത്തെ ദിവസത്തിൽ ഖുർആൻ കൈകൊണ്ട് തൊട്ടവർ എത്ര പേരെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈവെക്കാൻ സാധിക്കും? ഞാൻ ചോദിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിന്നെങ്ങനെ നമുക്ക് മഴ ലഭിക്കും? പിന്നെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും? ഉസ്താദ് എന്റെ പൊന്നുമൻ സാലിഹാകുന്നില്ല എന്ന് പറയുന്ന ഉപ്പയോട്, ഉമ്മനും ഉസ്താദിന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിനും ചോദിക്കാനുള്ളത്, നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നീ ദീൻ കൊടുത്തിട്ടുണ്ടോ? ആ മക്കളെ നീ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഓതുന്നുണ്ടോ? ഖുർആൻ ഓതുന്നില്ല. لا تسكنوهن في الغرفاء ولا تعلموهن الكتاب وعلموهن سورة النور
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ ലാ തുസ്കിനൂഹുന്ന ഫിൽ വറഫാ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ. വൈക്കം മണവാട്ടി ബീവിയുടെ ഉറൂസിലേക്ക് കടന്നു വരുമ്പോ അതിനു വേണ്ടി പൊന്നുമക്കളെ ക്ഷണിക്കുമ്പോ മക്കള് പറയുകയാണ്, ഉമ്മ എനിക്ക് പരീക്ഷയാണ് ഉമ്മ, ഞാൻ പഠിക്കട്ടെ ഉമ്മ, എനിക്കൊരുപാട് എഴുതാനുണ്ട് ഉമ്മ, എനിക്കൊരുപാട് ഹോംവർക്ക് ഉണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതായ പെൺമക്കളില്ലയോ, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ, മഹദികളുടെ ബറക്കത്തില്ലാതെ പൊരുത്തമില്ലാതെ അവരുടെ കുരുത്തക്കേട് കിട്ടുന്ന തരത്തിലാണ് അവർ പോകുന്നതെങ്കിൽ അല്ലാഹുവേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ, വീട്ടിൽ ഒരാളുമില്ലാത്ത അവസരത്തിൽ പെൺമക്കളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാട്സാപ്പും ഫേസ്ബുക്കുമായി കുട്ടികളുടെ സമയം വല്ലാതെ മോശത്തരത്തിലേക്ക് പോകുന്ന കാലഘട്ടമല്ലയോ കാലഘട്ടമല്ലയോ റസൂലുള്ള പറഞ്ഞ വാക്ക് ഈ കാലഘട്ടത്തിൽ സാക്ഷിയല്ലയോ സാക്ഷിയല്ലയോ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് മൊട്ടേന്ന് വിരിയുമ്പോഴേ കുട്ടികളെ മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കുക അല്ലേ. 3ാം ക്ലാസ്സിൽ ജയിച്ച ഉടനെ മോനെ നിനക്ക് ടാബ് 3, 4 ജയിച്ചാണ് ടാബ് 4. എന്താ വേണ്ടത്? S4 5S എന്താ വേണ്ടത്? മരിക്കാൻ കിടക്കുന്ന വാപ്പാടി വയ്ക്കുക, ടാബ് എന്ന റാഹത്തായിരിക്കാവോ? ഇതാണ് കളി അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും മൊബൈൽ ഫോൺ വേണം, അത് തന്നെ തെന്നിക്കളിക്കുന്നത് വേണം, ഏറ്റവും കൂടിയത് വേണം. ഓരോന്ന് ഇറങ്ങുന്നത് അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. S7 എഡ്ജും എല്ലാം വേണം നമുക്ക് അല്ലേ. ചെറുപ്പക്കാരായ കൊച്ചു കുട്ടികളുടെ കയ്യിലേക്ക് 8ൽ പഠിക്കുന്ന കുട്ടികളും 10ൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലേക്കൊക്കെ എന്തിനാ ഈ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ? ഇതൊക്കെ എടുത്തു കൊടുക്കുന്ന മാതാപിതാക്കളെ അല്ലാതെ പിന്നെ ആരെയാണ് ഇത് പഴിതാരി? ഉപയോഗിക്കുന്ന മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, മാതാപിതാക്കൾ സൗകര്യം ചെയ്തു കൊടുക്കല്ലേ. ടാബ് 3ഉം ടാബ് 4ഉം ഒക്കെ കുട്ടികളെ അതിലോട്ട് കൊടുത്തിട്ട് മക്കളെ കളിച്ചു എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ 10 ആളുകൾ കൂടുമ്പോൾ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് പറയുന്ന ക്രെഡിറ്റോടുകൂടി പറയുന്നത് എന്താ? അത് എന്റെ മോന് മൊബൈലിലെ എല്ലാ പരിപാടിയും അറിയാം, ഭയങ്കര അറിവാണ്, നല്ല അറിവുള്ള കുട്ടിയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര വിഷയമാണ്, വലിയ അപകടമാണ്. എന്നാൽ 10 ആള് കൂടുന്ന സ്ഥലത്ത് ഉസ്താദെ എന്റെ മോള് എന്റെ പൊന്നുമോൻ ഇതാ ഈ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ്, ഇല്ല 4ൽ പഠിക്കുന്ന എന്റെ മോളാണ്, ഉള്ള ഫാത്തിഹ ഒന്ന് കേട്ടു നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നതാകുന്ന വാപ്പമാരും ഉമ്മമാരും കുറവുള്ള കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്കിയാൽ വെറുതെ പറയാൻ നമ്മുടെയൊക്കെ വീടുകൾ നടക്കുന്നതല്ലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ ഒറ്റയ്ക്ക് റൂമിൽ താമസിപ്പിക്കരുതേ. വീടിന് 2ാമതൊരു നിലയെടുക്കുമ്പോ മുകളിലത്തെ നിലയിലേക്ക് 8ൽ പഠിക്കുന്ന പൊന്നുമോള് ഞാൻ ഒറ്റയ്ക്ക് കടന്നോളാം ഉപ്പ എന്ന് പറഞ്ഞാൽ സമ്മതിക്കരുതേ, സമ്മതിക്കരുതേ. ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ, റൂമിൽ ഒറ്റയ്ക്ക് ഒരു പെണ്ണിനെ ആക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്ത് തന്നെ ഒരു പ്രദേശം, ഞാൻ സ്ഥലം പറയുന്നില്ല, കാസർഗോഡ് ജില്ലയിൽ തന്നെ പെട്ട ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ടതാകുന്ന കുടുംബത്തിലെ പെണ്ണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി മുസ്ലിം സമുദായത്തിലെ തന്നെ മറ്റൊരു സഹോദരനുമായിട്ട് ഒളിച്ചുകൂടിയ കഥ 1 മാസം മുമ്പാണ് നമ്മുടെ ഉത്തരദേശം പത്രത്തിലൂടെ നമ്മൾ വായിച്ചത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. 10ൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ പ്രണയത്തിലായി. അവസാനം ഈ 2 ജോഡികളുടെയും കുടുംബാദികൾ SIക്ക് കൊടുത്ത പരാതി അനുസരിച്ചിട്ട് SI പോയിട്ട് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം അവസാനം റിപ്പോർട്ട് സമർപ്പിച്ചപ്പോ ഈ 2 കുട്ടികളും പ്രണയത്തിലായിട്ട് 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞു. അഥവാ
അവർ 8ാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രണയമാണ് മാതാപിതാക്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതെവിടുന്ന് അവർ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഈ മാതാപിതാക്കളുടെ തന്നെ. അതാ ഏറ്റവും വലിയ രസം. അവർക്ക് മൊബൈൽ ഫോൺ മാതാപിതാക്കൾ കൊടുത്തിട്ടില്ല. നമ്മൾക്ക് പലർക്കും അവകാശപ്പെടാനുള്ളത്, ഉസ്താദെ എന്റെ മോക്ക് ഞാൻ മൊബൈൽ ഫോൺ കൊടുത്തിട്ടില്ല, എന്റെ മോന് ഞാൻ മൊബൈൽ ഫോൺ പരിചയപ്പെടുത്തിയിട്ടില്ല, അവർക്ക് ഞാൻ ഉപയോഗിക്കുന്നത് കർക്കശമായി വിലക്കി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് സമാധാനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൽ നടന്ന കഥയാണ് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. 10ൽ പഠിക്കുന്ന കുട്ടി SI പറഞ്ഞു ഇവര് പ്രണയത്തിലായിട്ട് 3 കൊല്ലമായി. എന്നിട്ട് അവർ പറഞ്ഞു ഇവര് മാത്രമല്ല, ഏകദേശം ഈ ടീനേജിലുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഈ ഒരു കോലത്തിലാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഫോൺ കൊടുക്കണ്ട, അവരറിയാതെ രഹസ്യമായി പാതിരാത്രി സമയത്ത് പുതപ്പിനടിയിൽ നിശീതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്റെ കാമുകനെ ഫോൺ വിളിച്ചുകൊണ്ട് സായുജ്യമണിയുന്നതാകുന്ന സഹോദര സഹോദരിമാരാണ് നമ്മുടെ മക്കളിൽ അധിക പേരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മക്കൾക്ക് 65 കൊടുത്ത് അപ്പൊ ഒന്ന് എന്താ മോനെ കഴിക്കാൻ വേണ്ടത്, എനിക്ക് 65, ഓക്കെ അത് നമ്മൾ വാങ്ങിച്ചു തരാം. ഹുബൂസ് വേണം, ആ കൊടുക്ക്. പന പോലെ മക്കളെ വളർത്തുന്നതിലല്ല കാര്യം, മക്കൾക്ക് ദീൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ആ മക്കളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് ഭൗതികമാകുന്ന അറിവ് മാത്രമായി നൽകരുതേ. ഭൗതികം മാത്രമായി പെൺമക്കൾക്ക് കൊടുക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തെ അന്യവൽക്കരിക്കുന്ന കാലഘട്ടത്തിലാണ് മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിലേക്ക് മദ്രസയിലെത്തുമ്പോൾ തന്നെ ഉസ്താദിന്റെ മുഖത്തടിച്ചുകൊണ്ട് പറയുകയാ, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട പൊന്നമോളെ പ്രായപൂർത്തിയെത്തി ഉസ്താദേ, ഇനി ഞാൻ അവളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നില്ല. പക്ഷേ അതേ മാതാപിതാക്കൾ തന്നെ 5ാം ക്ലാസ് കഴിഞ്ഞതാകുന്ന പൊന്നമോള് മദ്രസയിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന പൊന്നമോള് +2 BCom വിട്ട് MBBS-നും BDS നഴ്സിംഗിനും അവളെ പലതരത്തിലുള്ള കോഴ്സിനും വിടാൻ ഒരു പ്രായപൂർത്തിയും പ്രശ്നമല്ല. നമ്മുടെ മക്കൾക്ക് നൽകാതിരിക്കുന്നത് വലിയ അപകടമാണ്. വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ ഖുർആൻ പഠിപ്പിക്കണേ, അതിൽ നിന്ന് സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ പഠിപ്പിക്കണേ, അതിൽ നിന്ന് പെൺമക്കൾക്ക് സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ ഹബീബ് റസൂലുള്ളാഹി. എല്ലാ സൂറത്തും പഠിപ്പിക്കണം, പ്രത്യേകിച്ചത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പഴയ കാലഘട്ടത്തിൽ ഖുർആൻ ഇങ്ങനെ ഖത്മ് തീർക്കും, ഇന്ന് പകുതി എത്തുമ്പോഴേ നിർത്തിയിട്ട് പോവാൻ. മദ്രസ വിദ്യാഭ്യാസം മതിയാക്കാൻ ആർക്ക് പോയി? ഇവിടെ ഉസ്താദുമാർക്കല്ലേ നഷ്ടപ്പെട്ടു. സാധുമാർക്കാണ് നഷ്ടപ്പെടുന്നത്, അവർക്കല്ലല്ലോ. അവർക്ക് ഖേദമുണ്ട്, ദുഃഖമുണ്ട്. ഈ സമുദായത്തിന്റെ അവസ്ഥ ഈ നിലയ്ക്കായല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇൽമിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അറിവ് പഠിക്കാൻ നമ്മുടെ സമയത്ത് നമ്മൾ വിലക്കെടുക്കുന്നില്ല. ഇൽമു പഠിക്കണ്ടേ, അറിവ് കിട്ടുന്ന സദസ്സുകൾ നമ്മൾ മുഖരിതമാക്കട്ടെ. കുറഞ്ഞ സമയമേ നമുക്കുള്ളൂ, ഉള്ള സദസ്സ് ഉപയോഗപ്പെടുത്തണ്ടേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാന്യനായ തങ്ങൾ അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ദീർഘായുസ്സ്. ബഹുമാന്യനായ സയ്യിദ് അവറുകൾ വന്ന് ഇൻഷാ അല്ലാഹ് ദുആ ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ്. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന സഹോദരങ്ങൾ സദസ്സും കൊണ്ട് കയറി സയ്യിദന്മാരൊക്കെ വരുമ്പോൾ നമ്മൾ സദസ്സ് ഭംഗിയാക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഇവിടെ കസേര ഒഴിവിട്ട് വാളണ്ടിയേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചില ആളുകൾ കസേര ഇല്ലാതെ കരുതി മാറി നിൽക്കും. ഒഴിവുള്ള കസേര കയറിയിരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സദസ്സിന്റെ അവസാനം ദുആയോട് വേണമെങ്കിൽ നമ്മൾ പിരിയാൻ. അത് സയ്യിദന്മാരൊക്കെ ദുആ കിട്ടുക എന്ന് പറഞ്ഞ വലിയ ബർക്കത്താണ്. ഇന്നിപ്പോ 2 സയ്യിദന്മാരാണ് നമുക്ക് ആദ്യവും കിട്ടി അവസാനം കിട്ടി. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണം എന്തായാലും ഉണ്ടാകും. ആ മരണത്തിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ഒന്നാമത്തെ മലക്കവന്റെ കാതിന്റെ സമീപത്ത് വന്നുകൊണ്ട് ആദ്യത്തെ ചോദ്യം ശരീരത്തെ കുറിച്ച് ചോദിക്കുമ്പോ മലക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുകയാണ്, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ الفصيح وما أسكته നിന്റെ നാവിനെന്ത് പറ്റിയടാ, നാവിനെന്ത് പറ്റിയടാ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാണ്, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തി നിൽക്കുകയാണ്. അവനോട് മലക്ക് വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുകയാ, ഐന ലിസാനുകൽ ഫസീഹ്. ദുനിയാവിൽ നീ ഒരുപാട് പ്രസംഗിച്ചവനല്ലോ, ഒരുപാട് വാഴ് പറഞ്ഞവനല്ലയോ, ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞവനല്ലയോ, ജനങ്ങളെ കുറിച്ച് മോശത്തരം പറഞ്ഞവനല്ലയോ, സമസ്തയുടെ ഉലമാക്കളെ കുറിച്ച് അനാവശ്യമായ കമന്റുകൾ രേഖപ്പെടുത്തിയവനല്ലയോ, നെറ്റിലൂടെ മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾക്ക് നിന്റെ സമയത്തെ നീ ആക്കം കൂട്ടിയവനല്ലയോ, ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ പലതരത്തിലുള്ള കമന്റുകൾ നിന്റെ നാവ് കൊണ്ട് പറയുകയും നിന്റെ കൈ കൊണ്ട് നീ രേഖപ്പെടുത്തുകയും ചെയ്തില്ലയോ? ഐന ലിസാനുകൽ ഫസീഹ്. നിന്റെ വാചാതുര്യമുള്ളതാകുന്ന വായവിടെ പോയി, നിന്റെ നാവെന്തേ അനക്കാൻ പറ്റാത്തത്? വമാ അസ്കതഹുൽ നിന്റെ നാവിനെ എന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ? നിന്റെ നാവിനെന്ത് പറ്റിയടാ എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ഫനായും ഫസാദൊക്കെ പറഞ്ഞ നാവല്ലേ, എന്ത് പറ്റിയടാ നിന്റെ നാവിന്? ഒരുപാട് വർത്തമാനം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ മണിക്കൂറുകളോളം വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നവനല്ലേ, ഇന്ന് എന്താ നിനക്ക് നാവ് ചലിപ്പിക്കാൻ പറ്റാത്തത്? ഇന്ന് നിനക്ക് കലിമ ചെല്ലാൻ കഴിയുന്നില്ലല്ലോ, എന്ത് പറ്റിയടാ എന്ന് നിന്നോട് മലക്ക് ചോദിക്കും. ആര് പറയുന്നു? നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കലിമ ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ചൊല്ലാൻ തൗഫീഖ് കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം കൃത്യമാക്കിയാൽ മതി. എന്ത്? 5 വഖത്ത് നമസ്കാരം കൃത്യമാക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണാസന്നനായ ഒരു സഹാബിയുടെ സവിധത്തിൽ റസൂലുള്ളാഹി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്ന സമയത്ത് നസല ഖാബിലുൽ അർവാഹ് മലക്കൽ സറായീൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സഹാബിയുടെ ചാരത്തേക്ക് കടന്നു വരുകയാണ്. ആത്മാവിനെ പിടിക്കാൻ തുടങ്ങുമ്പോ റസൂലുള്ളാഹി പറയുകയാണ്, യാ അസ്റായീൽ ഉർഫഖ് ബി സാഹിബി. എന്റെ കൂട്ടുകാരനോട് മയം ചെയ്യണേ, എന്റെ കൂട്ടുകാരനോട് മയം ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ് ഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ കൃപയുള്ളവനാണ്, കൃപയുള്ളവനാ. മാന്യതയോട് കൂടിയല്ലാതെ അവരുടെ ആത്മാവിനെ ഞാൻ പിടിക്കൂല നബിയേ. മുഅ്മിനീങ്ങളൊക്കെ എനിക്കറിയാം. കാരണം എന്താ? ഞാൻ അവരോട് മുഅ്മിനാണെന്നുള്ള വ്യക്തികളെ ഐഡന്റിറ്റി ചെയ്യുന്നത് നമസ്കാരം കൊണ്ട്. എന്നിട്ട് അസ്റായീൽ അലൈഹിസ്സലാം പറയാൻ, വഇന്നി അതസഫഹും കുല്ല യൗമിൻ 5 മറ. എല്ലാ ദിവസവും 5 വഖത്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാര് പള്ളിയിലേക്ക് വരുമ്പോ നമസ്കരിച്ചിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാൻ മുസാഫഹത്ത് ചെയ്യാറുണ്ടെന്ന് അസ്റായീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി വഇന്നി അതസഫഹും കുല്ല യൗമിൻ 5 മറ. പൈക്കയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരം കഴിഞ്ഞ് നീ ഇറങ്ങുമ്പോ പള്ളിയുടെ വാതിക്കൽ നിന്നുകൊണ്ട് നിന്നെ കൈക്ക് പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. നീ അറിയാതെ തന്നെ അസ്റായീലെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5 വഖത്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കാൻ വന്ന മനുഷ്യനാണ് ഈ കിടക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട് നബിയേ. ഇദ്ദേഹം മുഅ്മിനാണ് നബിയേ. വഇന്നി ബികുല്ലി മുഅ്മിനിൻ റഫീഖ്.
എല്ലാ നമസ്കാരവും 5 വഖത്ത് കൃത്യമായി പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന മുസാഫാത്ത് ഏറ്റുവാങ്ങിയ ആളുകളോട് ഞാൻ വളരെ മാന്യതയോട് കൂടിയല്ലാതെ അവരുടെ റൂഹിനെ പിടിച്ചിട്ടില്ല നബിയേ, പിടിക്കുകയില്ല നബിയേ എന്ന് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്. എന്നിട്ട് അസ്റായീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് വീണ്ടും പറയുകയാ, വഇന്നി ഉലഖിനുഹു കലിമത്തുൽ തൗഹീദ്, അവർക്ക് ഞാൻ കലിമ ചൊല്ലി കൊടുക്കും നബിയേ, തൗഹീദിന്റെ കലിമ ചൊല്ലി കൊടുക്കും നബിയേ. അഥവാ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ സമിതത്തിൽ നമസ്കാരം കൃത്യമാക്കിയ പ്രിയപ്പെട്ട ഉമ്മ, പാതിരാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വന്ന് വിശ്രമിക്കുമ്പോഴും ഒതുകൊടുത്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അല്ലാഹുവേ അല്ലാഹ് എന്റെ ഭർത്താവിന്റെ മക്കൾക്ക് എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യക്കറിയുമോ അറിയുമോ അവൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവളുടെ ചാരത്ത് വന്നുകൊണ്ട് അസ്റായീൽ പറയുമത്രേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ നീ ചൊല്ലണേ ചൊല്ലണേ എന്ന് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ചൊല്ലിക്കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവിൽ ഫനായും ഫസാദും പറഞ്ഞാണ് നീ നടന്നതെങ്കിൽ നിനക്ക് നാശമാണ്, നിനക്ക് നാശമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് പറഞ്ഞു, ഔസിനി യാ റസൂലുള്ളാഹ്, നബിയെ എനിക്കൊന്ന് ഉപദേശം തരണം, എനിക്കൊന്ന് വഅദ് പറഞ്ഞു തരണം, എന്നെ ഒന്ന് ഉപദേശിക്കണം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിദൻ ലിസാനഹു ബിയസാരിഹി, നബി തങ്ങൾ തന്റെ ഇടത് കൈ കൊണ്ട് നാവ് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കുഫ അൻക ഹാദാ, നാവിങ്ങനെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുഫ അൻക ഹാദാ, ഈ നാവ് നീ സൂക്ഷിക്കണേ. സദഖ റസൂലുള്ളാഹി, ഭയങ്കര വർത്താനാണ്. നാവ് സൂക്ഷിക്കണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം, ആവശ്യമില്ലാത്തടുത്ത അസ്ഥാനത്തൊക്കെ നമ്മൾ കോമഡിയും പറഞ്ഞ് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഒരാവശ്യമില്ലാത്ത സദസ്സിലൊക്കെ നമ്മൾ കയറി വർത്താനം പറയും. മാതാപിതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യം അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് മക്കളാകും നമ്മൾ കയറി വർത്താനം പറയും. സമൂഹത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് നമ്മൾ കയറി വർത്താനം പറയും. ഇങ്ങനെ വർത്തമാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന അമലിൽ പോരായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. ഉപദേശിക്കണമെന്നൊരു മനുഷ്യൻ കൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? കുഫ അൻക ഹാദാ, നാവിനെ സൂക്ഷിക്കണേ ഹബീബ് റസൂലുള്ളാഹി. മൻ അളമലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖദൈഹി അളമൻ ലഹുൽ ജന്നാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആരെങ്കിലും അവന്റെ 2 താടിയല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും അവന്റെ 2 തൊടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം കൊണ്ടും ലൈംഗിക അവയവം കൊണ്ടും എന്നോട് സൂക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ അള്ളമൻ ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗ്ഗം കൊണ്ട് ജാമ്യം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അഥവാ നാവിനെ ആരെങ്കിലും സൂക്ഷിക്കാമെന്ന് റസൂലുള്ളാഹിയോട് ജാമ്യം നിന്നാൽ അവന്റെ ജനനേന്ദ്രിയമാകുന്ന ലൈംഗിക അവയവം സൂക്ഷിക്കാമെന്ന് ഏതൊരു സഹോദരനോ സഹോദരിയോ എന്നോട് ജാമ്യം നിന്നാൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവന് ആ സ്വർഗം കൊണ്ട് ജാമ്യം നൽകുമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ. ഭയങ്കര വാക്ക്. കാരണം മനുഷ്യന്റെ 2 കാര്യത്തിലേക്കാണ് തെറ്റുകളിലേക്ക് വഴുതി വരിക. ഒന്ന് നാവ് മുഖേനയും മറ്റൊന്ന് അവന്റെ ലൈംഗിക അവയവം. ഈ 2 അവയവങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിഷയത്തിലേക്കാണ് മനുഷ്യൻ എല്ലാത്തും ഇറങ്ങിത്തിരിക്കുക. വൈകാരികമാകുന്ന ചിന്തകൾ ഉണ്ടാകുന്നത് അവന്റെ നാവിലൂടെ അല്ലെങ്കിൽ ലൈംഗിക അവയവത്തിലൂടെ. ഇത് 2 കടിഞ്ഞാണിട്ടാൽ രക്ഷപ്പെട്ടു നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖൗമിൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു അത്രേ, തഖല്ലലൂ തഖല്ലലൂ
ഒന്ന് പല്ലുകുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബികളോട് പറഞ്ഞപ്പോ ഫഖാലൂ ആ സ്വഹാബത്തുടനെ റസൂലുള്ളാഹിയോട് പറയുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല നബിയേ ഒന്നും കഴിക്കാതെ ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറഞ്ഞത് ഞങ്ങൾക്കറിയൂല നബിയേ പറഞ്ഞു തരണേ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട സഹാബത്ത് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും ഇന്നാലിന്റെ മനുഷ്യരെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞു നടന്നില്ലയോ അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാനിതാ കാണുന്നുണ്ട് സാബ അതാണ് നിങ്ങളോട് കുത്തിക്കളയാ പറഞ്ഞത് എന്ന് ലോകത്തിന്റെ നായകൻ പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഉലമാക്കളെ കുറിച്ച് ചീത്ത പറയരുത് ആലിമീങ്ങളെ കുറിച്ച് മോശത്തരം പറയരുത് പാവപ്പെട്ട സജ്ജനങ്ങളാകുന്ന സഹോദരങ്ങളെ കുറിച്ചും പാവപ്പെട്ട സഹോദരിമാരെ കുറിച്ചും നമ്മളൊരനാവശ്യവും പറയാ പോകരുത് അവനെ സൂക്ഷിക്കണേ ഹബീബായ നബി തങ്ങളുടെ സാബത്തിനോട് പറയുകയാ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല കാര്യം ശരി തന്നെയാണ് പക്ഷേ ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാംസം ഞാൻ കാണുന്നുണ്ട് സാബ അതുകൊണ്ട് തഖല്ലലൂ ഒന്ന് പല്ലുകുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഒരു സഹാബി വര്യൻ മരിച്ചു കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടേക്ക് ജനാസ സന്ദർശിക്കാൻ ചെല്ലുകയാണ് റസൂലുള്ളാഹിയോട് ഉടനെ മറ്റൊരു സഹാബി വര്യൻ പറയുകയാ അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ് ഈ മരിച്ചു കിടക്കുന്ന സഹാബിയെ കുറിച്ച് നബിയെ സന്തോഷ വാർത്ത അറിയിക്കണേ നബിയെ അദ്ദേഹം സ്വർഗ്ഗവാസിയാണെന്ന് പറയണേ നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ഇന്നക ലാ തദ്രി ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി നിനക്കറിയൂല സഹാബി വരിയോ നിനക്കറിയൂല പൊന്നുമോനെ ഈ കിടക്കുന്ന മനുഷ്യൻ ദുനിയാവിൽ ആരെ കുറിച്ച് മോശത്തരം പറഞ്ഞു വന്ന് എത്ര ആളുകളെ കുറിച്ച് ഫസാദ് പറഞ്ഞു വന്ന് നിനക്കറിയൂല കേട്ടോ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം നല്ലവനാണോ അദ്ദേഹം സ്വർഗ്ഗവാസിയാണോ മോശപ്പെട്ടവനാണോ എന്ന് പറയാൻ ഞാനില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി അതാണ് നാവ് ആ നാവിനോടാണ് ആ നാവും അനക്കാൻ പറ്റാതെ കിടക്കുന്ന മരണാസന്നനായ മനുഷ്യനോടാണ് ചോദിക്കുന്നത് ഐന ലിസാനുകൽ ഫസീ മരിക്കാൻ കിടക്കുന്ന വ്യക്തികളുടെ 5 മലക്കുകൾ കടന്നു വരുമത്രേ അതിലൊന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാ ഐന ലിസാനുകൽ ഫസീ നിന്റെ നാവ് എന്ത് പറ്റിയടാ വമാ അസ്കതഹുൽ ആ നാവിനെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താണെന്ന് മലക്ക് ചോദിക്കുമ്പോ മറുപടി കൊടുക്കാൻ സാധിക്കൂല നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അതിനെന്ത് വേണം നമസ്കാരം കൃത്യമാക്കണം സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്താണ് ഇശായുടെയും മഗ്രിബിന്റെയും സുബ്ഹിയുടെയും നമസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ 3 പ്രാവശ്യം ഓതാറുള്ള മുഅ്മിനീങ്ങൾ ഓതണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച സൂറത്താണ് ആയത്താണ് അതിന് ബിസ്മി ഉണ്ടാവൂല സൂറത്ത് തൗബയിലായതുകൊണ്ട് എല്ലാവരും ഉറക്കെ ഒരു വട്ടം ചൊല്ലും ഇൻഷാ അല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം وركعتين أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم
فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഒരു പ്രാവശ്യമാണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് വീട്ടിൽ ചെന്ന് തൗബ സൂറത്ത് അടയാളം വെക്കുക, എന്നിട്ട് 2 പ്രാവശ്യം കൂടി ഓതി കടക്കുക. നാളെ ഈ സമയം വരെ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി. മരണമില്ലാത്ത ആയത്താണ്, ആയുസ് കൂടുന്ന ആയത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് ആര് പഠിച്ചതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടേ? ഈ ആയത്ത് മറക്കാതെ ഓതിയാൽ അവന് ആയുസ് ഉണ്ടാവും, ഒരു ദിവസം കൂടി ആയുസ് ഉണ്ടാവും. പക്ഷെ മരിക്കുന്ന ദിവസം നിങ്ങളെ മറപ്പിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് പിന്നെ എന്തിനാ ഉസ്താദ് ഓതുന്നത്? എന്തായാലും മരിക്കുന്ന ദിവസം ഇത് മറപ്പിക്കപ്പെടുകയും ചെയ്യും. പിന്നെ ഓതിയിട്ട് ഫായിദയില്ലല്ലോ, പ്രയോജനമില്ലല്ലോ. എന്നാൽ ഈ ആയത്തിന് മറ്റൊരു പ്രയോജനമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ആയത്ത് ആരെങ്കിലും 3 പ്രാവശ്യം ഓതിയാൽ അടുത്ത ദിവസം ആ സമയം വരെ അവനെ അപായപ്പെടുത്താൻ ദുനിയാവിൽ ഒരു മനുഷ്യന് സാധിക്കൂല. നബിയുനാ റസൂലുള്ളാഹി. മരണം ഉണ്ടാവൂല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത്, നിന്നെ മറ്റൊരാൾ അപായപ്പെടുത്താൻ നോക്കിയാൽ നിന്നെ അപായപ്പെടുത്താൻ അവർക്ക് സാധിക്കൂല. ശത്രുക്കളുടെ മുന്നിൽ നിനക്ക് വിജയമുണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്നത് പ്രവാചകന്റെ മദ്ഹാണ്. ഞാനത് ഓതി പറയുന്നില്ല. എനിക്കറിയാം റഊഫുർ റഹീം തുടങ്ങിയ ആയത്തിന്റെ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ പല വിശേഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.